ഒരു കോളേജ് വിദ്യാർത്ഥിനിക്ക് ഒരാളോട് വൺ സൈഡ് ലവ് ഉണ്ട്. പക്ഷെ അത് എങ്ങനെ തുടങ്ങണം, എങ്ങനെ പറയണം എന്നതൊന്നും അവൾക്കറിയില്ല. അങ്ങനെ ഇരിക്കെ അവളെ സഹായിക്കാനായി ഒരാളെത്തുന്നു. അത് അല്ലറ ചില്ലറ ആളൊന്നുമല്ല, ഒരു വൻ പുലിയാണ്. ആരാണത്, എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നീട് ആ പുള്ളി പറയുന്നത് കേട്ട് ഈ പെൺകുട്ടി ചെയ്തത്, ഒടുക്കം അവൾ ഇഷ്ടപ്പെടുന്ന ആളെ അവൾക്ക് സ്വന്തമാക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നതെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി പറഞ്ഞ 2016 റിലീസായ മൈ റൊമാൻറ്റിക് സം റെസിപ്പി എന്ന കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മളെ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഒരുപാട് കഥകൾ നമുക്ക് കേൾക്കണ്ടേ. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ നിയോയെ കാണിച്ചുകൊണ്ടാണ്. അവൾ ആരെയോ ഇപ്പോ കിസ് ചെയ്യുന്നതായി നമുക്ക് കാണാം. പക്ഷെ അത് അവളുടെ വേറൊരു സ്വപ്നമാണ്. സ്വപ്നത്തിൽ നിന്നുണ്ടായിരുന്ന അവള് കാണുന്നത് കയ്യിലെ ചെരുപ്പാണ്. ചേടാ, ഞാൻ എന്റെ ഫസ്റ്റ് കിസ് തന്നെ ചെരുപ്പിനാണോ കൊടുത്തത്? എന്ത് ചെയ്യാനാ, എനിക്ക് അതിനുള്ള യോഗവേ ഉള്ളൂ. എന്നും ഇതുപോലെ സ്വപ്നം കണ്ടിരിക്കാന്നുള്ളത് ഒന്നും വർക്കൗട്ട് ആവുന്നില്ലല്ലോ എന്ന് അവള് പുറപുറത്തോണ്ടിരിക്കുമ്പോഴാണ് വെളിയിൽ ഒരു ശബ്ദം കേൾക്കുന്നത്. ചെന്ന് നോക്കുമ്പോ ഇവള് താമസിക്കുന്ന ബിൽഡിങ്ങിന്റെ ഓണറാണ്. വാടക തരുന്നുണ്ടോ അതോ ഞാൻ ഇറക്കി വിടണോന്ന് അവര് ചോദിക്കുമ്പോ, തൽക്കാലം വാടകയായിട്ട് തരാൻ എന്റെ ഒന്നുമില്ല, കുറച്ച് അരിച്ചാക്കുകളുണ്ട്, അത് നിങ്ങൾ കൊണ്ടുപോക്കോന്നും പറഞ്ഞ് അവൾ അത് എടുത്തു കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ തന്നാ ഞാൻ ഇവിടം വരെ വന്ന് ബുദ്ധിമുട്ടത്തില്ലല്ലോ എന്ന് പിറുപിറുത്തുകൊണ്ട് അവരും പോകുന്നു. ഇവൾ അകത്തേക്ക് വന്നിരുന്ന് റെഡി ആവുന്ന സമയം ആലോചിക്കുകയാണ്. ഒരേ ഒരു മകളാ ഞാൻ, ആണും പെണ്ണുമായി ഞാൻ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞ് ഏത് സമയവും എന്നെ പാമ്പർ ചെയ്ത് ഗേൾസ് സ്കൂളിൽ വിട്ട് ഗേൾസ് കോളേജിൽ വിട്ട് ഒരാളെ പോലും ഡേറ്റ് ചെയ്യാതെ ഞാൻ ഇത്ര നാൾ ഇങ്ങനെ ജീവിക്കുന്നു. എന്തായാലും പാർട്ട് ടൈമായി ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവൾക്ക് ഒരു ക്രഷ് ഉണ്ട്. അത് അവിടെ സ്ഥിരമായി എത്താറുള്ള ഒരു കസ്റ്റമറാണ്. ഇന്ന് അയാളോട് തന്റെ പ്രണയം എങ്ങനെയും തുറന്നു പറയണമെന്ന് കരുതിയാണ് നിയോ വളരെ റെഡിയായി ഹാപ്പിയായി ജോലി ചെയ്യുന്ന റെസ്റ്റോറന്റിലേക്ക് പോകുന്നത്. റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിൽ തന്നെ ഇവളുടെ ഫേവറേറ്റ് ഐഡലായ ചാ യുൻവുന്റെ ഫോട്ടോ ഇരിപ്പുണ്ട്. യുൻവുന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവള് എങ്ങനെയും ഇന്ന് എന്റെ ഇഷ്ടം അവനോട് തുറന്നു പറയാനായിട്ടുള്ള ധൈര്യം എനിക്ക് തരണേന്നൊക്കെ എന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ച് അവൾ അകത്തേക്ക് കയറുന്നു. കറക്റ്റ് 12 മണിയാകുമ്പോ തന്റെ ആളിപ്പോ വരുമെന്ന് മനസ്സിലാക്കുന്ന അവള് മുഖമൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് അയാളെ നോക്കിയിരിക്കുമ്പോ പുള്ളിക്കാരൻ വരുന്നുണ്ട്. അവന്റെ പേര് ജിൻ. ജിൻ വരുന്നതും ഇരിക്കുന്നതും എല്ലാം അവൾ ഇങ്ങനെ മതി പറഞ്ഞ് നോക്കിയിരിക്കുമ്പോ ഓർഡർ കൊടുക്കാനായി ജിൻ വെയിട്രസ് ഉറക്കെ വിളിക്കുന്നതും ഇവളാ വിളിക്ക് കാതോർത്ത് നിന്ന പോലെ റെഡിയായി പോകാൻ ഒരുങ്ങുന്നതും അവളെക്കാളും സ്പീഡില് അവിടുത്തെ മറ്റൊരു സ്റ്റാഫ് അവന്റെ അടുത്തേക്ക് എത്തി ഓർഡർ എടുക്കാനായി തുടങ്ങുന്നു. ആ പെൺകുട്ടി ഇങ്ങനെ ഇവന്റെ അടുത്തിരുന്ന് ഓർഡർ എടുക്കുന്നതൊന്നും നിയോയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവൾ ഉള്ളിൽ പല്ല് കടിച്ചു നിൽക്കാണ്. അതിന്റെ ഇടയിൽ ജിൻ പോകുന്നതിന് മുന്നേ അവനോട് എങ്ങനെയും പ്രണയം തുറന്ന് പറയണമെന്ന് കരുതി തക്കം കിട്ടുമ്പോ എല്ലാം അവനെ നോക്കി ഇവൾ ഓരോ ആക്ഷൻസ് കാണിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ സൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു. ബാക്കി ആക്ഷനുകളൊന്നും അവൻ കണ്ടില്ലെങ്കിലും സൈറ്റ് അടിക്കുന്നത് കറക്റ്റ് ആയി കണ്ടു. അവനത് കണ്ടപാട് ഇവളുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വരുമ്പോ ഇവള് പ്രപ്പോസ് ചെയ്യാനായിരിക്കും കരുതി എക്സൈറ്റഡ് ആവുന്നുണ്ട്. പക്ഷെ അവൻ ചോദിക്കുന്നത്, നിങ്ങൾ കണ്ണ് വല്ലാണ്ട് ബ്ലിങ്ക് ചെയ്യുന്ന കണ്ടല്ലോ, എന്റെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നാണ്. സൈറ്റ് അടിച്ച് തന്നെ ഒരു കണ്ണ് രോഗിയാക്കിയല്ലോ എന്ന് ചിന്തിച്ചവള്, കണ്ണിന് കുഴപ്പമൊന്നുമില്ല, അത് പിന്നെ കണ്ണിലൊരു പൊടി വീണതാ, നിങ്ങൾക്ക് തെറ്റിദ്ധരിച്ചതാന്ന് അവള് പറയുന്നു. പ്രപ്പോസ് ചെയ്യാമെന്നുള്ള പ്ലാൻ ഫ്ലോപ്പ് ആയല്ലോ. അവള് വളരെ സങ്കടത്തിലാവുന്നു. അന്ന് എല്ലാവരും റെസ്റ്റോറന്റിൽ നിന്ന് പോയിട്ടും ഇവള് പോവാതെ സങ്കടപ്പെട്ട് ഡ്രിങ്ക്സ് അടിച്ചിരിക്കുകയാണ്. എനിക്ക് ആരെയും ഡേറ്റ് ചെയ്യാൻ കിട്ടില്ലേ, ഞാൻ എന്നും ഇതുപോലെ ഒരു സിംഗിൾ ആയിട്ട് തുടരേണ്ടി വരുമോ എന്നൊക്കെ അവള് സങ്കടപ്പെടുമ്പോ അവിടെ ഉണ്ടായിരുന്ന ചാ യുൻവുന്റെ ആ ഒരു ഫോട്ടോ അവള് ശ്രദ്ധിക്കുന്നു. അവള് വേഗം തന്നെ അതിന്റെ അടുത്തേക്ക് ചെന്ന് സങ്കടങ്ങൾ പറഞ്ഞ് കരയാണ്. അപ്പോഴാണ് ഷോപ്പിന് വെളിയിലായി കപ്പിൾസ് നിന്ന് സംസാരിക്കുന്നത് അവള് കാണുന്നത്. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ അത് കാണുന്ന ഇവൾക്ക് കൂടുതൽ ദേഷ്യം വരുന്നു. എന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ഹാപ്പി ആയിട്ടിരിക്കുക, ഇത് കട്ടൗട്ട് ആണെങ്കിൽ സാരമില്ല, ഇന്ന് നീ എന്റെ ബോയ് ഫ്രണ്ട് ആവെന്നും പറഞ്ഞ് ചാ യുൻവുന്റെ ആ ഒരു കട്ടൗട്ടും പിടിച്ചുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിലെത്തിയ ഉടനെ ഡ്രിങ്ക്സ് അടിച്ച് ആകെ കിക്കായിരിക്കുന്നത് കൊണ്ട് അവള് കിടക്കുമ്പോഴേ ഉറങ്ങിപ്പോകുന്നു. അടുത്ത ദിവസം രാവിലെ കിച്ചണിൽ നിന്ന് തട്ടുമുട്ടും കേട്ട് ഉറക്കമുണരുന്ന അവൾ എന്തിതെന്ന് അറിയാനായി കിച്ചണിൽ ചെന്ന് നോക്കുമ്പോ കാണുന്നത് ചാ യുൻവു അവൾക്ക് വേണ്ടി ഫുഡ് കുക്ക് ചെയ്യുന്നതാണ്. ഇത് കണ്ട് അവൾ ആകെ ഷോക്കായി അറിയാതെ നിലവിളിച്ചു പോകുന്നു. പക്ഷെ അടുത്ത നിമിഷം തന്നെ ആ ഒരു രൂപം അവിടെ നിന്ന് മായാണ്. അവള് വേഗം തന്നെ ഹൗസ് ഓണറെ വിളിച്ചോണ്ട് വന്നിട്ട്, വീട്ടിൽ ഇതേ കള്ളം കയറി കണ്ടില്ലേ, എനിക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, കൂടാതെ ഈ കട്ടൗട്ട് ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നു, ഞാൻ ബഹളം വെച്ചപ്പോ എങ്ങോട്ടോ പോയി, എവിടെ പോയിന്ന് അറിയില്ല എന്നെല്ലാം അവള് പറയുമ്പോ, പിന്നെ കള്ളം വന്നാ കക്കാനല്ലേ വരുന്നത്, അല്ലാതെ നിനക്ക് ഫുഡ് ഉണ്ടാക്കി തരാനായിട്ടാണോ എന്ന് ഹൗസ് ഓണർ ചോദിക്കുന്നു. ശരി, ഫുഡിന്റെ കാര്യം ഇട്, ഈ ഒരു കട്ടൗട്ട് അതെങ്ങനെ ഇവിടെ വന്നു, ഞാൻ കൊണ്ടുവച്ചാണോ? ഒരിക്കലുമല്ല, ഏതോ കള്ളം വന്നപ്പോ കൊണ്ടുവച്ചതാണെന്ന് അവള് പറയുമ്പോ, നിനക്ക് അത്രയ്ക്ക് ഡൗട്ട് ആണെങ്കിൽ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യാന്ന് പറയുന്ന ഹൗസ് ഓണർ അവളെ ഫുട്ടേജ് കാണിക്കുമ്പോ അവൾ ആകെ ഷോക്ക് ആവുകയാണ്. കാരണം ആ ഒരു കട്ടൗട്ട് ഇവള് എടുത്തുകൊണ്ട് വരുന്നതൊക്കെ അതിലുണ്ട്. വരുന്ന വഴി ഡ്രിങ്ക്സ് അടിച്ച് ആകെ കിക്കായിരിക്കുന്നവള് ഇതൊരു ജീവനില്ലാത്ത വസ്തുവാണെന്ന് പോലും പരിഗണിക്കാതെ ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലെയൊക്കെ അതിനോട് സംസാരിക്കുന്നു, എന്റെ കൂടെ ഡാൻസ് കളിക്കുന്നു പറയുന്നു, അങ്ങനെ പല പല കാര്യങ്ങൾ. ഇപ്പം
മനസ്സിലായോ ആരാ കള്ളൻ, ആരാ ഈ കട്ടൗട്ട് ഇവിടെ കൊണ്ട് വെച്ചതെന്ന്? നീ തന്നെയാ. ചുമ്മാ ഡ്രിങ്ക്സ് അടിച്ച് ഓരോ പണി പറ്റിച്ച് മനുഷ്യന്റെ സമയം മെനക്കെടുത്താതെ എന്നൊക്കെ പറഞ്ഞ് അവര് ദേഷിച്ച് ഇറങ്ങിപ്പോകുന്നു. ഇവൾക്ക് അപ്പോഴും നല്ലൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ആ കട്ടൗട്ട് കൊണ്ടുവന്നത് ശരി, പക്ഷെ ഈ ഫുഡ് ഉണ്ടാക്കിയത് ഞാനല്ലല്ലോ, ഞാൻ കണ്ടതാണല്ലോ ചായുൻവു നിന്ന് ഫുഡ് ഉണ്ടാക്കുന്നത്. ഇനി അത് ശരിക്കുള്ള ചായുൻവു തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആ വേഷം കെട്ടി വന്നതാണോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. എന്തായാലും ഇന്ന് വൈകിട്ടും വന്ന ഒരു പണി പറ്റിച്ച് വെക്കണോന്ന് പറഞ്ഞ് അവള് രാത്രി ആയപ്പോ ഫ്ലോറിൽ മൊത്തം ചെറിയ ബോൾസ് ഉരുട്ടിയിടുന്നു. അതിൽ ചവിട്ടിയാ തെന്നി അടിച്ച് വീഴാനായിട്ട്. ഒപ്പം തന്നെ അവിടെ ഒരു ബാറ്റുമായി റെഡി ആയിരിക്കാണ് ബോളിൽ ചവിട്ടി വീഴുന്ന ആളെ അടിച്ചിടാൻ. അവളങ്ങനെ ഉറങ്ങല് അടിച്ചിട്ട് ഇന്ന് രണ്ടിലൊന്ന് കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിലും അവൾ അങ്ങ് ഉറങ്ങിപ്പോയി. അവൾ അങ്ങനെ ആ കമ്പിൽ പിടിച്ച് ഉറക്കം തൂങ്ങിയിരിക്കുന്ന സമയത്ത് അവിടെയുള്ള കട്ടൗട്ടിൽ നിന്ന് ചായുൻവു ഇറങ്ങി വരുന്നത് നമുക്ക് കാണാം. കറക്റ്റ് ചായുൻവു തന്നെ. അവൻ അവിടെ ഉറക്കം തൂങ്ങിയിരിക്കുന്ന നിയോയുടെ അടുത്തേക്ക് എത്തുന്നു. അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കമ്പ് അവൻ മേടിച്ച് മാറ്റുമ്പോ അവള് സ്ലിപ്പായി പോകുന്നു. അങ്ങനെ അവൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോ നേരെ കാണുന്നത് ഇവനെയാണ്. ആദ്യം അവള് പേടിച്ച് കട്ടിലിൽ കയറിയിരിക്കുന്നു. പിന്നെയാണ് ഇത് ചായുൻവു ആണല്ലോ എന്ന കാര്യം അവൾക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെങ്ങനെ ഇവിടെ വന്നതെന്ന് അവള് ചോദിക്കുമ്പോ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ കണ്ണു പറഞ്ഞപ്പോ അത് എവിടെയാ ഉള്ളതെന്ന് അവൻ പറയുന്നു. അപ്പോഴാണ് അവിടെ കട്ടൗട്ട് ഇല്ലാത്ത കാര്യവും അവള് ശ്രദ്ധിക്കുന്നത്. എന്താ ഈ നടക്കുന്നത്? എന്റെ ഫേവറേറ്റ് ഐഡലായ ചായുൻവു എന്റെ വീട്ടിലോ? അവൾക്ക് വിശ്വസിക്കാനേ വയ്യ. അവൾ തെക്ക് വടക്ക് സന്തോഷം കൊണ്ട് ഓടി നടക്കുന്നത് അവൻ കാണുന്നു. പിന്നീട് അവള് റെഡിയായി ജോലിക്ക് പോകുന്നു. ജോലി സ്ഥലത്ത് എത്തുമ്പോ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടില് അവരുടെ പരസ്യത്തിന് വേണ്ടി വെച്ചിരുന്ന ചായുൻവുവിന്റെ കട്ടൗട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞ് അവിടെ പ്രശ്നം നടക്കാണ്. ഏതെച്ചിയാണോ ആ കട്ടൗട്ട് എടുത്തോണ്ട് പോയത്? ഉടനെ അത് കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂന്നല്ല അവിടെ ഇങ്ങനെ സംസാരം നടക്കുമ്പോ ഇവള് ദൈവമേ ഞാൻ എടുത്തോണ്ട് പോയ കാര്യം മനസ്സിലാവില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ സമയത്താണ് ആ ഒരു കാഴ്ച അവളുടെ കണ്ണിൽ പെടുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഒരു പയ്യനെയും പെണ്ണിനെയും നമ്മൾ കണ്ടില്ലേ റെസ്റ്റോറന്റിന്റെ അവിടെ? അതേ ആളുകൾ തന്നെ ഇപ്പൊ റെസ്റ്റോറന്റിനകത്ത് വന്നിരിക്കുകയാണ്. അവര് ഫുഡ് ഓർഡർ ചെയ്ത് പരസ്പരം സ്നേഹത്തിൽ വാരി കൊടുത്തോണ്ടൊക്കെ ഇരിക്കുന്ന സമയം അവരുടെ തൊട്ടടുത്തായി ചായുൻവു ഇരിപ്പുണ്ട്. ഈ പയ്യൻ ആ പെൺകുട്ടിക്ക് സ്പൂണില് കോരി കൊടുക്കുമ്പോ അവൻ ഒരു ഒറ്റ തട്ട്. ചായുൻവുവിന്റെ തട്ടില് ആ പയ്യന്റെ കയ്യിൽ നിന്ന് ആ സ്പൂണ് സ്ലിപ്പായ പെണ്ണിന്റെ ദേഹത്ത് ആ ഫുഡൊക്കെ വീഴുന്നു. അവളാണെങ്കിൽ ഇവനേതാണ്ട് മനഃപൂർവ്വം ചെയ്തെന്നുള്ള രീതിയിൽ ആ പയ്യനോട് വഴക്കിട്ട് എഴുന്നേറ്റ് പോകുമ്പോ അവൻ സമാധാനിപ്പിക്കാനായി പിറകെ പോകുന്നു. ഇവര് രണ്ടുപേരും മുന്നിലുണ്ടായിരുന്ന ചായുൻവുവിനെ കണ്ടതേയില്ല. ചായുൻവു ആകട്ടെ ഒരു കുടുംബം കലക്കാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷത്തിൽ അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം കണ്ടുനിന്ന് നിയോ ആകെ ഷോക്കാവാണ്. അവള് അടുത്ത് നിൽക്കുന്ന അവളുടെ കൊളീഗ്സിന്റെ അടുത്ത് നിങ്ങൾ അവിടെ നടന്നൊന്നും കണ്ടില്ലെന്ന് ചോദിക്കുമ്പോ കണ്ടല്ലോ, രണ്ടുപേരും അവിടെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന കണ്ടല്ലോ എന്ന് അവര് പറയുന്നു. അല്ല അവിടെ മൂന്നാമതൊരാളുള്ളത് നിങ്ങൾ കണ്ടില്ലെന്ന് ചോദിക്കുമ്പോ മൂന്നാമതൊരാളോ? നീ എന്തീ പറയുന്നത്? അവിടെ രണ്ടുപേരെ ഉള്ളൂ എന്ന് അവര് തർക്കിക്കുമ്പോഴാണ് തനിക്ക് മാത്രമേ ചായുൻവുവിനെ കാണാൻ സാധിക്കുന്നുള്ളെന്ന കാര്യം നിയോയ്ക്ക് മനസ്സിലാകുന്നു. ഈ സമയത്താണ് അവിടേക്ക് നിയോയുടെ ക്രഷായ ജിൻ എത്തുന്നത്. അവനെ കണ്ടപാടെ ഇവള് വേഗം ടച്ച് ഒക്കെ ചെയ്യുന്നു. ആ സമയത്ത് അവനൊരു ഡിഷ് ഓർഡർ ചെയ്യുന്നുണ്ട്. ആ ഡിഷ് എടുക്കാനായി ഇവളുടെ കൊളീഗ് പോകുമ്പോ ഇവള് വേഗം തന്നെ ആ ഡിഷ് എടുത്ത് ജിന്നിന് കൊടുക്കാനായി പോകുന്നു. പക്ഷെ ചായുൻവു ഇടയിൽ കയറി അവളെ അത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് കുറച്ച് തന്നാലേ ഞാൻ കൊടുക്കാൻ സമ്മതിക്കുന്നു അവൻ പറയുമ്പോ ഇവള് കൊടുക്കാതെ ഇവളുടെ ക്രഷിന് അത് കൊടുക്കാനായി നോക്കുന്നു. അങ്ങനെ അവിടെ പിടിവലി നടക്കുമ്പോ ആ ഡിഷ് തെറിച്ച് തറയിലൊക്കെ വീഴുന്നു. കൂട്ടത്തിൽ നമ്മുടെ ക്രഷ് ജിന്നിന്റെ ദേഹത്തും വീഴുന്നുണ്ട്. എല്ലാവരും ഷോക്ക് ആവുന്നു. ഏറ്റവും കൂടുതൽ ഞെട്ടല് നിയോയ്ക്കായിരുന്നു. പക്ഷെ നിയോയുടെ ആ ഒരു കൊളീഗ് ഉണ്ടല്ലോ, അവൾക്ക് സന്തോഷമായി. കാരണം അവൾക്കിനി അത് സെർവ് ചെയ്യാലോ. അവൾക്കും ഈ ജിന്നിൽ ഒരു കണ്ണുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അന്ന് വീട്ടിലേക്ക് എത്തി എങ്ങനെ തന്റെ കൂടെ ഒഴിയാബാധിയായി കൂടിയിരിക്കുന്ന ഈ ചായുൻവുവിനെ ഒന്ന് പറഞ്ഞു വിടുക എന്ന് നിയോ തല പുകഞ്ഞ് ആലോചിക്കുകയാണ്. ഈ സമയത്ത് നിയോ തന്നോട് കലിപ്പിലാണ് എന്നറിയാവുന്ന ചായുൻവു അവളെ സോപ്പിടാനായി അവൾക്ക് വേണ്ടി ഒരു ഡിഷ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. അവനത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞ് സെർവ് ചെയ്യാനായി തിരിയുമ്പോ ഇവന്റെ കട്ടൗട്ടും ഒപ്പം ഒരു കത്രികയുമായി അവിടെ നിൽക്കാണ്. സംഭവം എന്താണെന്ന് വെച്ചാല് ഇവള് വീട്ടിലേക്ക് കട്ടൗട്ട് എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണല്ലോ ഇങ്ങനെ ഇവൻ കൂടിയത്. ഒപ്പം തന്നെ ഇവൻ കൂടെ വന്ന സമയം കട്ടൗട്ടിൽ നിന്ന് ഇവന്റെ പിക്ചറും മാഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ കട്ടൗട്ടിൽ നിന്ന് വന്നതാണെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ കട്ടൗട്ട് നശിപ്പിച്ച ഇവൻ പോവല്ലോ എന്ന് കരുതി അവൾ അത് വെട്ടാനായി റെഡിയായി നിൽക്കുകയാണെന്ന് ഇവനും മനസ്സിലാവുന്നു. നീ എന്തേ കാണിക്കുന്ന? അങ്ങനെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്താ അത് എനിക്ക് കുഴപ്പമാവില്ലേ എന്ന് അവൻ പറയുമ്പോ അവള് കേൾക്കുന്ന മട്ടില്ല. നീ കാരണം ഇന്ന് ആ ക്രഷിന്റെ മുന്നിൽ ഞാൻ അങ്ങ് നാണം കിട്ടി നാറിപ്പോയത്, അതിന് നീ അനുഭവിക്കണമെന്നും പറഞ്ഞ് അവള് വെട്ടാനായി ശ്രമിക്കുമ്പോ അയ്യോ അങ്ങനെ ചെയ്യാതെ, നിനക്ക് അവനെ വളച്ചെടുക്കാനായിട്ട് ഞാൻ നല്ല ഐഡിയാസ് പറഞ്ഞുതരാം, ഞാൻ പറയുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അതായില്ലെങ്കിൽ നീ എന്നെ വെട്ടിക്കളഞ്ഞു എന്ന് അവൻ പറയുമ്പോ ഇവളും സമ്മതിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ടിപ്പായി ചായുൻവു പറഞ്ഞു കൊടുക്കുന്നത് പെൺകുട്ടികള് കുറച്ച് ജാടയിലൊക്കെ നിൽക്കണം. ആൺപിള്ളേരുടെ പിറകെ ഇങ്ങനെ വാല് പോലെ നടന്നാല് അവന്മാര് മൈൻഡ് ചെയ്യില്ല. പക്ഷെ ഇത്തിരി ജാടയിട്ട് നിന്നാല് അവന്മാര് പിറകെ എത്തുമെന്നാണ്
എന്നാണ്. അത് പ്രകാരം അന്ന് ജോലിക്ക് പോകുന്ന അവള് തന്റെ ക്രഷ് എത്തിയാല് മൈൻഡ് ആക്കണ്ടെന്ന് കരുതിയിരിക്കുന്നെങ്കിലും അവനെ കണ്ടപാടെ ഇവള് വാ പൊളിച്ച് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. അത് കാണുന്ന ചായുൻവു അവളുടെ വായടച്ചിട്ട് നിന്നോട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞു തന്നത്, എന്നിട്ട് നീ എന്തോ ഇപ്പൊ കാണിക്കുന്നതെന്ന് ചോദിക്കുന്നു. ശരി ശരി ഞാൻ ഇനി നന്നായിട്ട് ഇരിക്കാന്ന് പറഞ്ഞു അവള് വീണ്ടും അവനെ തന്നെ വായി നോക്കുന്നതിന്റെ ഇടയിൽ അവൻ ഇവളെ ഓർഡർ കൊടുക്കാനായി വിളിക്കുന്നു. ഇവളെ അടുത്തേക്ക് കുറച്ച് ജാടയിലാണ് ചെല്ലുന്നത്. മെനു കാർഡൊക്കെ ഒരുമാതിരി ഇങ്ങനെ വാങ്ങിച്ചിട്ട് ശരി ഓർഡർ എടുത്തു ഇനിയിപ്പോ കൊണ്ടുവരാൻ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞങ്ങ് പോകുന്നു. പൊതുവെ ഈ പെൺകുട്ടി ചിരിച്ചോണ്ടാണല്ലോ എപ്പോഴും നിൽക്കാറും സംസാരിക്കാറുള്ളത്. ഇന്നെന്തോ പറ്റിയെന്ന് ജിൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ ആ ഡിഷ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇടയിൽ ചായുൻവോനോട് നന്നായിട്ടല്ല ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. ഈ സമയം വീണ്ടും ജിൻ വിളിച്ച് കുറച്ച് വെള്ളം ചോദിക്കുന്നു. വെള്ളം എടുത്തു തരാനൊന്നും പറ്റത്തില്ല, ഞാൻ ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടില്ലേ, അപ്പുറത്തെ ടേബിളിലുണ്ട്, വേണേ പോയി എടുക്കുന്ന അവളിങ്ങനെ പറയുമ്പോൾ അവൾക്ക് തന്നെ ഒരുമാതിരി പറഞ്ഞത് കുറച്ച് കൂടി പോയില്ലേ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവൻ ഇല്ലില്ല നീ പറഞ്ഞത് പെർഫെക്റ്റ് ഇങ്ങനെ തന്നെ വേണമെന്ന് ആക്ഷൻ കാണിക്കുന്നു. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇവരുടെ റെസ്റ്റോറന്റിന്റെ ഓണർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവർ നിയോയോട് എന്താ നിയോ നീ ജോലിയെല്ലാം വിട്ടിട്ട് പോകാൻ പോവാണോ, എന്താ വലിയ സ്കോളർഷിപ്പ് വല്ലതും കിട്ടിയോ, അല്ല ജോലി കളഞ്ഞിട്ട് പോകുമ്പോ കാണിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ആണല്ലോ നീ ഇപ്പൊ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ പറയുമ്പോ ഇങ്ങനെ താൻ പെരുമാറിയ പണി പാളും എന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവള് വെള്ളം എടുത്ത് കൊടുക്കാനായി പോകുമ്പോ അത് ചായുവിന് ഇഷ്ടപ്പെടുന്നില്ല. അവൻ അവളെ കാലും കൊണ്ട് തട്ടിയിടാൻ നോക്കുന്നു. ഇവളങ്ങനെ വീഴാൻ പോകുന്നുണ്ടെങ്കിലും കറക്റ്റായി ജിൻ അവളെ കയറി പിടിക്കുന്നത് കൊണ്ട് തന്നെ അവൾ വീഴുന്നില്ല. ഇവള് വളരെ ഹാപ്പി ആവുന്നു. വീഴാൻ പോകുമ്പോഴെങ്കിലും ഇവൻ തന്നെ പിടിച്ചല്ലോ എന്ന്. കൂടാതെ ആ സമയം അവൻ അവളോട് നിങ്ങളുടെ പേര് നിയോ എന്നല്ലേ, നിങ്ങളുടെ പേരിന്റെ അർത്ഥം ബ്യൂട്ടിഫുൾ എന്നാണ്, പേര് പോലെ തന്നെ നിങ്ങളും സുന്ദരിയാണെന്നൊക്കെ പറയുമ്പോ ഇവൾക്ക് പിന്നെ സന്തോഷിക്കാൻ അന്ന് വേറെ ഒന്നും വേണ്ടി വന്നില്ല. വളരെ ഹാപ്പി ആയിരുന്നു പുള്ളിക്കാരി. ഈ സമയത്ത് ചായുൻവോ അവളോട് നീ എന്നോട് വേണ്ടേ താങ്ക്സ് പറയാൻ, ഞാനല്ലേ നിന്നെ തട്ടിയിട്ടെന്ന് പറയുമ്പോ താങ്ക്സോ, എന്നെ തട്ടിയിട്ടതിന് തിരിച്ച് നല്ല തട്ടല്ലേ ഞാൻ തരേണ്ടത്, പിന്നെ താങ്ക്സ് പറയാൻ പോവല്ലേന്ന് അവള് ദേഷ്യപ്പെടുന്നു. ഞാൻ തട്ടിയിട്ടതുകൊണ്ടല്ലേ നീ അവന്റെ ദേഹത്തിൽ ചെന്ന് വീണത്, അവൻ നിന്നെ പിടിച്ചത്, അവൻ നിന്നോട് സംസാരിച്ചത് എന്നിങ്ങനെ ചായുൻവു അക്കമിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോ അവനെ താങ്ക് ചെയ്യാനായി ഇവള് തയ്യാറല്ല. ജിന്നിന് എന്നോട് എന്തോ ഒരു താല്പര്യമുണ്ട്, അതെനിക്കിന്ന് ഉറപ്പായി അവള് പറയുന്നു. അവളങ്ങനെ തുള്ളിച്ചാടി പോകുന്നത് ഇവന് വളരെ ക്യൂട്ടായി തോന്നി. ഇവൻ അത് നോക്കി നിന്ന് ചിരിക്കാണ്. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞും നിയോ സ്വപ്ന ലോകത്ത് തന്നെയാണ്. ചായുൻവു അവന്റെ ആ ഒരു കട്ടൗട്ട് അവിടെ ഒളിപ്പിച്ചു വെക്കുന്നു. അതിനുശേഷം ഇവളുടെ അടുത്തെത്തി വാ നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറയുമ്പോ അവള് എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് സ്വപ്ന ലോകത്ത് തന്നെ ഇങ്ങനെ ഇരിക്കുമ്പോ ഇവൻ കിച്ചണിൽ പോയി ഫുഡ് ഉണ്ടാക്കുന്നു. ആ ഫുഡിന്റെ മണം അടിച്ച് സ്വപ്നത്തിൽ നിന്നുണർന്ന് ഇവളും കഴിക്കാൻ വന്നിരിക്കുകയാണ്. എന്ത് ടേസ്റ്റ് ആയിട്ടാണ് നീ ഫുഡ് ഉണ്ടാക്കുന്നത്, എനിക്കാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാക്കാനും അറിയത്തില്ല, എന്റെ കയ്യിൽ കൂടുതലുള്ളത് നൂഡിൽസിന്റെ ഇൻസ്റ്റന്റ് പാക്കറ്റ്സാ, ഞാൻ അതുണ്ടാക്കി കഴിച്ചാൽ വിശപ്പ് മാറ്റുന്നത്, ഇത് നന്നായിട്ടുണ്ടെന്നൊക്കെ അവള് കോംപ്ലിമെന്റ് ചെയ്യുമ്പോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പോരാ ഇനി ഞാൻ അതിന്റെ ക്ലാസ്സും കൂടി എടുത്തു തരാന്ന് അവൻ ദേഷ്യപ്പെടുന്നു. അങ്ങനെ പിന്നീട് രണ്ടുപേരും കൂടി ഇരുന്ന് അടുത്തതായി എങ്ങനെ ജിന്നിനെ വളയ്ക്കാന്നുള്ള ടിപ്പ് നമ്പർ 2 നോക്കാണ്. ഈ സമയത്ത് അവന്റെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവൻ എല്ലാ വീക്കും ഒരു ദിവസം ഇതുപോലെ ബാസ്കറ്റ് ബോൾ കളിക്കാൻ പോകുന്ന കാര്യം ഇവർക്ക് മനസ്സിലാവുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വെച്ചുപിടിക്കുന്നു. അവിടെ നമ്മുടെ മറ്റ് കപ്പിൾസ് ഉണ്ടായിരുന്നു. അവര് സൈക്ലിംഗ് ചെയ്ത് പോകുന്ന കാണുന്ന നിയോ എനിക്ക് ഇതുപോലെ സൈക്ലിംഗ് ചെയ്യണം, അതും എന്റെ ജിന്നിന്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചായുൻവു അവളുടെ കയ്യിൽ ഒരു ബുക്ക് കൊടുക്കുന്നു. എനിക്ക് ഈ ബുക്ക് ഒന്നും വായിക്കാൻ നേരെയില്ല നമ്മൾ പറയുമ്പോ നീ വായിക്കണ്ട, വായിക്കുന്ന പോലെ ഇവിടെ ഒന്ന് ഇരുന്നാ മതി, അവൻ വരുമ്പോ അവൻ അതൊന്ന് കണ്ടാ മതി എന്നെല്ലാം ഇവൻ പറയുന്നു. ഇവളാണെങ്കിൽ ബുക്ക് വായിക്കുന്ന പോലെ വലിയ പോസ് ഇട്ടിരിക്കുന്നുണ്ട്, പക്ഷെ ബുക്ക് തല തിരിച്ചാണ് പിടിച്ചിരിക്കുന്നത്. ചായുൻവു പറയുമ്പോഴാണ് അവളെ ശ്രദ്ധിക്കുന്നത് തന്നെ. എന്തായാലും ഇവരവിടെ ഇരിക്കുമ്പോ അവിടേക്ക് ബാസ്കറ്റ് ബോൾ കളിക്കാനായി ജിൻ എത്തുന്നുണ്ട്. ജിന്നിന്റെ ബോള് കോർട്ടിൽ വീഴാതെ ചായുൻവു തട്ടിയിടുന്നു. ആ ബോള് നേരെ ചെല്ലുന്നത് നിയോ ഇരുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ അതെടുക്കാനായി അവിടെ എത്തുന്നവൻ ഇവളെ കാണുന്നു. അവളോട് അവിടെ കണ്ട് കുശലം പറയുന്നതിന്റെ ഇടയിൽ ഈ ബുക്കിന്റെ ഓതറിന്റെ ബുക്സ് വായിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം ബുക്ക് പോലും വായിക്കാതെ തലതിരിച്ച് പിടിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ. പെട്ടെന്ന് കൂടെ ഇരിക്കുന്ന ചായുൻവു വായിക്കാറുണ്ടെന്ന് പറ എന്ന് പറയുമ്പോ അവളും വായിക്കാറുണ്ടെന്ന് പറയുന്നു. അവൻ ശരി നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് പോകാനായി തിരിയുമ്പോ ഇവള് വളരെ ഹാപ്പി ആവുന്നുണ്ട്, ഒന്ന് സംസാരിക്കാൻ പറ്റിയല്ലോ എന്ന്. പക്ഷെ അവൻ തിരിഞ്ഞു നിന്ന് വീക്കെൻഡ് നമുക്ക് ഡേറ്റിംഗ് പോയാലോ എന്നും കൂടി ചോദിക്കുമ്പോ ഇവള് പിന്നെ നിലത്തൊന്നും ആയിരുന്നില്ല. ഇവൾ അത് കേൾക്കേണ്ട താമസം പോകാമെന്ന് സമ്മതിക്കുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തി അവൾ ഏത് ഡ്രസ് ഇടണമെന്ന് വാർഡ്രോബ് മുഴുവൻ അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ചായുൻവു ശ്രദ്ധിക്കുന്നു. അങ്ങനെ പിന്നീട് അവൻ അവളോട് ഡേറ്റിങ്ങിനെ ചുമ്മാ ഒരുങ്ങി പോയാ പോരാ, അവനെ കിസ്സും ചെയ്യണം, അതാണ് ഡേറ്റിങ്ങിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്നൊക്കെ പറയുമ്പോ ഇവൾക്ക് വലിയ പേടി. അതൊന്നും ശരിയാവില്ല എന്ന് അവള് പറയുമ്പോ എന്താ കിസ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണോ അതോ ഫസ്റ്റ് കിസ് ആയതുകൊണ്ടുള്ള മടിയാണോ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോ ഇവളൊന്നും മിണ്ടുന്നില്ല. ഇവൾക്ക് കിസ് ചെയ്യാൻ അറിയില്ല, ഇവൾ ഇതുവരെ ആരെയും കിസ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവൻ അവളെ അത് പഠിപ്പിക്കാനായി കൊണ്ടിരുത്തുന്നു. അങ്ങനെ അവളുടെ അടുത്ത് വളരെ ക്ലോസ് ആയിരുന്നു കിസ് ചെയ്യുന്ന പോലെ അടുത്തേക്ക് എത്തുമ്പോ ഇവന് വല്ലാത്തൊരു ഫീലിംഗ് വരുന്നുണ്ട്. ശരിക്കും ഇവന് ഇവളെ ഇഷ്ടം തന്നെയാണ്, പക്ഷെ കിസ്
ചെയ്യാനായി അടുത്തെത്തുന്ന സമയം അവൾക്കൊരു ഫോൺ കോൾ വരുന്നത് കൊണ്ട് തന്നെ കിസ്സിങ് നടക്കുന്നില്ല. ഇവൻ പെട്ടെന്ന് എഴുന്നേറ്റ് മാറുകയും ചെയ്യുന്നു. അടുത്ത ദിവസം അവള് ഡേറ്റിങ്ങിന് റെഡിയായി പോകാൻ നിൽക്കുമ്പോൾ ഇവൻ ടിപ്സ് ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. ഇവള് ഡേറ്റിങ്ങിന് പോണോന്ന് തന്നെ അവനില്ല. എങ്കിലും പകുതി മനസ്സോടെ അവളെ യാത്രയാക്കുന്നു. അവൾക്ക് പ്രേമിക്കാനായുള്ള ടിപ്സ് പറഞ്ഞു പറഞ്ഞ് ഇവന്റെ മനസ്സിൽ അവൾ കയറിക്കൂടി. അവളാണെങ്കിൽ അതൊന്നും അറിയാതെ വളരെ ഹാപ്പിയായി ജിന്നിനെ കാണാനായി പോയി നിൽക്കുന്നു. ആ സമയം അവൻ കാറുമായി പിക്ക് ചെയ്യാനായി എത്തുന്നു. കാറിൽ കയറാനായി ഇവൾ ഫ്രണ്ട് ഡോറിന്റെ അടുത്തേക്ക് പോകുമ്പോ അവിടെ ഇവളുടെ കൊളീഗായ പെൺകുട്ടിയുണ്ട്. ഇതെന്താ ഇവളിവിടെയെന്ന് മനസ്സിലാവാതെ അവള് കൂടെ പോയി ഇവരെ ഡേറ്റ് ചെയ്യാനായി വരാന്ന് പറഞ്ഞ ആ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം നിയോ അറിയുന്നത്. ആക്ച്വലി അവളുടെ കൊളീഗും ഈ പയ്യനും തമ്മിൽ ഡേറ്റിംഗ് നടക്കാണ്. ഇവർക്ക് ഒന്നിച്ച് പുറത്തു വന്ന ഒരു മടിക്ക് കൂട്ടിന് വേണ്ടി ഇവളെ വിളിച്ചതാണെന്ന്. ഇവൾക്ക് വരുന്ന ആ ഒരു ദേഷ്യവും സങ്കടവും ഭയങ്കരമായിരുന്നു. ഇവരെ രണ്ടുപേരെ മുടിക്ക് കുത്തിപ്പിടിച്ച് വലിക്കുന്നതായി അവൾക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ അത് അവൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലല്ലോ. അവൾ വേഗം അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. പോകും വഴി അവനെ സോഷ്യൽ മീഡിയയിൽ ഫോളോ ചെയ്തിരുന്നതെല്ലാം അൺഫോളോ ചെയ്യുന്നുണ്ട്. ഇതേ സമയം ഇവള് ഇത്രയും നേരമായിട്ട് വന്നില്ലല്ലോ എന്ന് വീട്ടിലിരുന്ന് ചായുനു ആലോചിക്കുമ്പോഴാണ് അവളെ കിസ് ചെയ്യാൻ പോയ കാര്യം അവൻ ഓർമ്മ വരുന്നത്. പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് അവൻ അവളെ വിളിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവള് വീട്ടിലേക്ക് എത്തുന്നു. മുഖം എന്താ വാടിയിരിക്കുന്നത്, എന്ത് പറ്റിയെന്ന് അവൻ ചോദിക്കുമ്പോൾ നടന്ന കാര്യങ്ങൾ അവള് പറയാണ്. അവൾ ആകെ സാഡായിരിക്കുമ്പോ സാരമില്ല, നിന്നെ ചീറാക്കാൻ ഞാൻ നിനക്ക് ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാന്നും പറഞ്ഞ് അവളുടെ ഒരു ഫേവറേറ്റ് ഡിഷ് അവൻ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. പക്ഷെ അവള് വിശപ്പില്ല എന്ന് പറഞ്ഞ് കഴിക്കാതിരിക്കുമ്പോ ഇവൻ നിർബന്ധിച്ച് സ്പൂണിലെടുത്ത് കൊടുക്കുന്നു. അവള് സങ്കടപ്പെടുമ്പോ നീ കരുതുന്നത് പോലെ നീ അത്ര അൺലക്കിയോ സൗന്ദര്യമില്ലാത്ത പെൺകുട്ടിയോ ഒന്നുമല്ല, നീ നല്ല ക്യൂട്ടായ നല്ലൊരു പെൺകുട്ടിയാണ്, നിന്നെ കിട്ടാതെ പോയ അവനാണ് അൺലക്കി എന്നെല്ലാം ചായുൻവു പറയുമ്പോ അവളിങ്ങനെ ഇവൻ തന്റെ തലയിൽ തലോടുന്നതിൽ എന്തോ ഒരു ഫീൽ ആകുന്നു. പെട്ടെന്ന് കൈ എടുപ്പിച്ചിട്ട് തലയെ തൊട്ടൊന്നും സംസാരിക്കണ്ടെന്ന് പറഞ്ഞ് അവള് വീണ്ടും ഫുഡ് കഴിക്കുന്നതിന്റെ ഇടയിൽ ചുണ്ടിലൊക്കെ ഫുഡ് പറ്റിപ്പിടിക്കുന്നു. ഇത് കാണുന്ന അവൻ അതിനെപ്പറ്റി പറയുമ്പോ അവൾ അത് തുടയ്ക്കാനായി കൈ ഉയർത്തുമ്പോഴേക്കും ഇവൻ അവളെ ചെരിച്ചു പിടിച്ച് അവളുടെ ചുണ്ടിൽ കിസ് ചെയ്യാണ്. ഇവൾ ആദ്യം ഒന്ന് ഷോക്ക് ആവുന്നുണ്ടെങ്കിലും ഇവൾക്ക് തോന്നുന്നത് വീട്ടിലെ സ്വർണം വെച്ചിട്ട് എന്തിനാ നാട്ടിൽ തേടി നടപ്പൂന്നുള്ള ആ പരസ്യമാണ്. വീട്ടില് ഇതുപോലെ നല്ലൊരു ഹാൻസം ഐഡൽ പയ്യനുള്ളപ്പോ എന്തിനാ മറ്റുള്ള പയ്യന്മാരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത്? ഇവനാവുമ്പോ എന്നെ പറ്റി എല്ലാം അറിയാം, ഞാനുമായിട്ട് ഓക്കെ ആയിരിക്കും, അതുകൊണ്ട് ഇവനെ അങ്ങ് പ്രേമിക്കാന്ന് കരുതി ഇവന് തന്നെ കിസ് ചെയ്തത് ഇഷ്ടമായതുകൊണ്ടാണല്ലോ, അതുകൊണ്ട് ഇവൻ തന്നെ മതിയെന്ന് ഉറപ്പിച്ച് അവനെ അങ്ങ് പ്രേമിക്കാനായി തുടങ്ങുന്നു. അങ്ങനെ രണ്ടുപേരും ഹാപ്പിയായി ഡേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ജോലിക്കൊക്കെ വന്ന് നിൽക്കുമ്പോഴും ഇവളുടെ ഉള്ളില് ചായുവിനെ പറ്റിയുള്ള ഓർമ്മകളായതുകൊണ്ട് ജോലിയൊക്കെ വളരെ സ്ലോ ആയി ഏതോ സ്വപ്നലോകത്തിൽ നിന്നാണ് അവള് ചെയ്യുന്നത്. അങ്ങനെ അവള് ജോലിക്ക് നിൽക്കുന്ന സമയം അവിടേക്ക് ജിന്നെത്തുന്നു. ചിന്നിന് ഇവളെ കാണുമ്പോ എന്തോ ഒരു നഷ്ടബോധം പോലെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ ഡേറ്റ് ചെയ്യുന്ന ആ പെൺകുട്ടിയെ വലിയ മൈൻഡ് ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ മൈൻഡ് ചെയ്യാതെ മാറി വേറെ ഏതോ സ്വപ്നലോകത്ത് നിൽക്കുന്ന പോലെ നിൽക്കുന്ന നിയോയാണ് നോട്ടമല്ല. പക്ഷെ നിയോയുടെ മനസ്സിൽ ജിന്നിപ്പോ ഇല്ലേ ഇല്ല, അവളുടെ ഉള്ളിൽ ചായുൻവു മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നീട് ഒരു ദിവസം ചായുനുവിന്റെ കൂടെ നിയോ പാർക്കിൽ ഇരിക്കുകയാണ്. അവൾ അതിന്റെ ഇടയിൽ ഞാൻ സ്നാക്സ് വാങ്ങിട്ട് വരാമെന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരുത്തിയിട്ട് പോകുന്നു. ഇതേ സമയം ഇവള് വീട്ടിലില്ലാത്ത കാര്യം അറിയാതെ ഹൗസ് ഓണർ അവൾക്ക് വന്ന് കുറച്ച് പോസ്റ്റുമായി അങ്ങോട്ടേക്ക് എത്തുന്നു. അത് അവിടെ നിന്ന് കൊടുക്കാൻ നോക്കുമ്പോൾ തട്ടിയിട്ട് ഡോർ തുറന്ന് ആള് വരാത്തതിനെ തുടർന്ന് അവിടെ ജനലിന്റെ അകത്ത് വെച്ചിട്ട് പോകുന്നു. ആ സമയത്താണ് വെളിയിൽ ഇരിക്കുന്ന കട്ടൗട്ട് കാണുന്നത്. ഈ വേസ്റ്റ് ഒക്കെ വേണ്ടെങ്കിൽ എടുത്ത് കളഞ്ഞൂടെ, ഇവിടെ വെച്ച് എന്തിനാ പരിസരം വൃത്തിയേടാക്കുന്നതെന്ന് പുറപുറത്ത് അവർ ആ കട്ടൗട്ട് രണ്ടായിട്ട് ഒടിച്ച് വേസ്റ്റ് കൊണ്ടുപോയിടുന്നു. ഈ കട്ടൗട്ടിന് ഡാമേജ് സംഭവിച്ച ഈ സമയം പാർക്കിലിരുന്ന ചായുൻവു മറിഞ്ഞു പോവാണ്. പക്ഷെ ഇതറിയാതെ അവിടേക്ക് എത്തി നിയോ അവനെ അവിടെ എല്ലാം അന്വേഷിക്കുന്നു. പിന്നെ എവിടെ പോയെന്ന് മനസ്സിലാവാതെ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് കട്ടൗട്ട് ഇല്ലാത്ത കാര്യം ശ്രദ്ധിക്കുന്നത്. അവൾ അത് തപ്പി ഒടുക്കം വേസ്റ്റ് ചെയ്യുന്ന 2 കഷ്ണമായിട്ട് കണ്ടെത്തുമ്പോഴേക്കും അവൾക്ക് സങ്കടം സഹിക്കാൻ വയ്യ. ഇനി അവനെ തനിക്ക് കാണാനാവില്ലല്ലോ എന്ന് അവൾക്ക് ആകെ സങ്കടം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു പോകുന്നു. സങ്കടം സഹിക്കാനാവാത്ത ആ ഒരു സ്റ്റേജിൽ നിന്ന് അതുമായി പൊരുത്തപ്പെടാനായി അവള് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവനാണെങ്കിൽ ഇവള് ഈ നൂഡിൽസ് കഴിക്കുന്ന അൺഹെൽത്തി ശീലം മാറ്റാനായിട്ട് അവൾക്ക് വേണ്ടി ഒരുപാട് നല്ല ഹെൽത്തി ഐറ്റംസ് അവിടെ വാങ്ങി വെച്ചിട്ടുണ്ട്. കൂടാതെ അത് കുക്ക് ചെയ്യേണ്ട റെസിപ്പിയും എഴുതി വെച്ചിട്ടുണ്ട്. അവൻ അടുത്തില്ലെങ്കിലും അവൻ പറഞ്ഞു തന്ന കാര്യങ്ങളൊന്നും മാറ്റാനായി അവള് തയ്യാറല്ല. അതുകൊണ്ട് അതിലൊരു റെസിപ്പി ട്രൈ ചെയ്ത് അവൾ അത് കഴിക്കുന്നു. പിന്നീട് അവള് റെഡിയായി പുറത്തേക്ക് പോകുമ്പോൾ പാർക്കിന്റെ അവിടെ എത്തുമ്പോൾ ഇവളുടെ കൊളീഗും ജിന്നും സംസാരിക്കുന്നതും കൊളീഗ് ഇവളെ കണ്ടപാടെ മുഖം ദേഷിച്ചു വെച്ച് പിണങ്ങി പോകുന്നതും അവൾ കാണുന്നു. എന്താന്ന് മനസ്സിലാവാതെ അവൾ അവിടെ നിൽക്കുമ്പോൾ ഇവളെ കണ്ടെത്തുന്ന ജിൻ ഇവളെ പ്രപ്പോസ് ചെയ്യാണ്. ഇവളാകെ ഷോക്കാവുന്നു. അപ്പൊ എന്റെ കൊളീഗോ എന്ന് നിയോ ചോദിക്കുമ്പോൾ അത് പിന്നെ എനിക്കൊരു ടൈം പാസ് ആയിരുന്നു, എനിക്ക് ശരിക്കും ഇഷ്ടം നിന്നെയാണെന്ന് പറഞ്ഞ് അവൻ ഇവളുടെ പിറകെ കൂടുമ്പോൾ എനിക്ക് വേറെ ലവർ ഉണ്ട്, എനിക്ക് നിങ്ങളോട് താല്പര്യമില്ലാന്ന് അവള് പറയുന്നു. ഇവൻ വിടുന്ന മട്ടില്ല. ദേഷ്യം വരുന്ന നിയോ ആ പെൺകുട്ടി എന്ത് പാവാ, അവൾക്ക് നിങ്ങളെ എന്ത് സീരിയസ് ആയിട്ട് ഇഷ്ടാ, എന്നിട്ട് നിങ്ങളോ അവളെ പറ്റിക്കാൻ നോക്കുകയാണോ? എപ്പോഴും നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് പുറകെ പോകാതെ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ സ്നേഹത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ ജീവിതം എത്ര മനോഹരാവുന്ന ഒന്ന് ശ്രമിച്ചു നോക്കാൻ പറഞ്ഞ് അവൾ അങ്ങ് പോകുന്നു. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവളുടെ കൊളീഗ് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. നിയോ തന്റെ ലവറിനെ തട്ടിയെടുക്കാൻ നോക്കുകയാണെന്ന് ആദ്യം ഈ കൊളീഗ് കരുതിയത്. അതല്ല, തന്റെ ലവർ തന്നെ ചതിക്കാൻ നോക്കുകയാണെന്ന് മനസ്സിലാക്കുന്ന ഇവള് അവനുമായിട്ടുള്ള റിലേഷൻ കട്ട് ചെയ്യാൻ തീരുമാനിക്കുന്നു. കൂടാതെ നിയോയുടെ പുറകെ ചെന്ന് അവളോട് സ്നേഹമായി സംസാരിക്കുകയും ചെയ്യുന്നു. അവളെ പറ്റിയുള്ള തെറ്റിദ്ധാരണ എല്ലാം ഇപ്പോൾ ഈ കൊളീഗിന് മാറിയിരിക്കുന്നു. ലോകത്ത് ഇവൻ മാത്രമല്ലല്ലോ ഉള്ള
ഉള്ള ഒരേ ഒരു പയ്യൻ, അതുകൊണ്ട് എന്നെ പറ്റിക്കാൻ നോക്കി ഇവനെ എനിക്കിനി വേണ്ട എന്ന് അവള് പറയാണ്. പിന്നീട് 2 മാസം കഴിഞ്ഞ് നമ്മൾ കാണുമ്പോ നിയോയെ ആ ഒരു ഫോൺ വിളിച്ച് ബ്ലൈൻഡ് ഡേറ്റിന് ക്ഷണിക്കുന്നു. പക്ഷെ അവൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവള് റോഡിലൂടെ നടക്കുമ്പോഴാണ് അവിടെ ആസ്ട്രോ K-പോപ്പിലെ മെമ്പേഴ്സ് പോകുന്നത് അവള് കാണുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ ചായുനുവും ഉണ്ട്. അവൾ അവനെ പ്രതീക്ഷയോടെ നോക്കുമ്പോ അവനും തിരിഞ്ഞ് ഇവളെ ഒന്ന് നോക്കുന്നുണ്ടെങ്കിലും മൈൻഡ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നു. ഞാൻ എന്ത് മണ്ടിയാ, ഏതോ ഒരു ഫാന്റസി പോലെ ഞാൻ അന്ന് കടയിൽ നിന്ന് എടുത്തോണ്ട് വന്ന ആ കട്ടൗട്ടിൽ നിന്ന് എന്റെ കൂടെ കൂടിയ ഇവന് ആ കട്ടൗട്ട് പൊട്ടിയപ്പോ അങ്ങ് പോവുകയും ചെയ്തു. അല്ലാതെ അത് ശരിക്കുള്ള ചായുൻവു വന്ന് എന്നെ കൂടെ ജീവിച്ചൊന്നും അല്ലല്ലോ. ചിലപ്പോ അതൊക്കെ എന്റെ തോന്നലായിരിക്കും എന്ന രീതിയിൽ അവള് ചിന്തിച്ച് നിൽക്കുമ്പോ ഇവൻ അവളുടെ അടുത്തേക്ക് എത്തി അവളുടെ കൈ പിടിച്ച് അവളെ തട്ടി വിളിച്ചിട്ട്, നമ്മൾ തമ്മി മുന്നേ പരിചയമുണ്ടോ? നിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ സ്വപ്നത്തില് നമ്മൾ തമ്മി പരിചയമുണ്ടല്ലേ എന്ന് ചോദിച്ച് ചിരിക്കുമ്പോ അവളും ചിരിക്കുന്നു. ഇവരിങ്ങനെ അവിടെ നിന്ന് സംസാരിക്കുമ്പോ അത് കാറിലിരുന്ന് ചായുൻവുവിന്റെ മറ്റ് ടീംമേറ്റ്സ് കാണുന്നുണ്ട്. ആരാ ആ പെൺകൊച്ചെന്ന് ഒരു പയ്യൻ ചോദിക്കുമ്പോ മറ്റൊരാള് അവൻ 2 മാസം മുന്നേ വരെ ഒരു സ്വപ്നം കാണുന്ന കാര്യത്തെ പറ്റി പറഞ്ഞിട്ടില്ലേ ഒരു പെൺകുട്ടിയെ. 2 മാസം കഴിഞ്ഞപ്പോ പിന്നെ ആ സ്വപ്നം കാണുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ആ പെൺകൊച്ചിനെ തിരക്കി നടക്കല്ലായിരുന്നു. ആ കൊച്ച ഇതെന്ന് തോന്നുന്നു എന്ന് പറയുന്നു. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ, കട്ടൗട്ടിൽ നിന്ന് മാജിക് പോലെ തന്റെ കൂടെ എത്തിയ ചായുൻവുവിന്റെ കൂടെയുള്ള നിയോയുടെ ദിവസങ്ങൾ അവൾക്കൊരു തോന്നൽ പോലെയായിരുന്നു. കാരണം അവൾക്ക് മാത്രമേ അവനെ കാണാൻ സാധിക്കുന്നുള്ളായിരുന്നു. പക്ഷെ ഇവിടെ നടന്ന ഇതേ കാര്യങ്ങൾ യഥാർത്ഥ ചായുൻവുവിന്റെ ലൈഫിൽ അവനൊരു സ്വപ്നം പോലെ എക്സ്പീരിയൻസ് ആവുന്നുണ്ടായിരുന്നു. ഇവളുമായി നടന്ന കിസ് പോലും അവൻ ആ ഒരു സ്വപ്നത്തിൽ ഫീൽ ചെയ്യാൻ കഴിഞ്ഞു. സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന അവൻ അന്ന് എന്റെ ഫസ്റ്റ് കിസ് ഞാൻ ഒരു പെൺകുട്ടിക്ക് കൊടുത്തല്ലോ എന്ന് പറഞ്ഞ് ഒരു കൊച്ചുകുട്ടിയെ പോലെ സന്തോഷത്തിൽ തുള്ളി ചാടുന്നു വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ബോയ് ഫ്രണ്ട് ഇല്ല എന്ന് ഞാനിങ്ങനെ സിംഗിൾ ആയി കഴിയേണ്ടി വരുമോ എന്ന് വല്ലാതെ സങ്കടപ്പെട്ട് നടന്ന നിയോയുടെ ജീവിതത്തിലേക്ക് സ്വപ്നത്തിലൂടെ കടന്നെത്തി ചായുൻവു വളരെ വലിയ മാറ്റങ്ങളാണ് നൽകിയത്. അതേ രീതി അവന്റെ ജീവിതത്തിലും ഇവള് സ്വപ്നത്തിൽ വലിയ രസകരമായ നിമിഷങ്ങളെ സമ്മാനിച്ചിരുന്നു. അങ്ങനെ ഇവരുടെ രണ്ടുപേരുടെയും ഇനി മുന്നോട്ടുള്ള യാത്ര ഒന്നിച്ചായിരിക്കും എന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഫാന്റസി ലവ് സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഒരുപക്ഷെ ഇത് കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ചിലപ്പോ ആരെങ്കിലും പറഞ്ഞേക്കാം. വിധിയല്ലേ, 2 പേര് കൂട്ടിമുട്ടാൻ വിധിയുണ്ടെങ്കിൽ അത് എങ്ങനെയും നടന്നിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.